1990 കാലഘട്ടങ്ങളിൽ ഹെവി വെഹിക്കിൾ മാനുഫാക്ചറിംഗ് രംഗത്ത് സജീവമായിരുന്ന ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിക്ക് വളരെ പെട്ടെന്നൊരാഗ്രഹം പാസഞ്ചർ കാർ നിർമ്മാണ മേഖലയിലേക്ക് കടന്നാലോ എന്ന്. അങ്ങനെ 1992 അവരാദ്യമായി അവരുടെ ഒരു പാസഞ്ചർ കാർ നിർമ്മിച്ചു. രത്തൻ ടാറ്റയാണ് അത് പുറത്തിറക്കിയത്. ആ കാറായിരുന്നു ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറയുന്ന മോഡൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ടാറ്റ എസ്റ്റേറ്റിനെ കുറിച്ചാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നമ്മളിപ്പോൾ ഉള്ളത് സഫാരി കാർസിലാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാഹന ലോകത്തിന് വലിയൊരു മാറ്റം സമ്മാനിച്ച വാഹനങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കാവുന്ന ടാറ്റ എസ്റ്റേറ്റിനെ കുറിച്ചാണ്. ഒരു ഫൺ ഫാക്ട് കൂടി പറയാം, ഈ വാഹനം മമ്മൂട്ടിക്ക് അന്ന കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കണം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാഹനത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ചരിത്ര വശങ്ങളെക്കുറിച്ചൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ്. 1992 ടാറ്റ മോട്ടോഴ്സ് ഈ സ്റ്റേഷൻ വാഹനത്തെ നിർമ്മിച്ചുകൊണ്ട്, ഇതൊരു സ്റ്റേഷൻ വാഗണാണ്, അതായത് കുറച്ചും കൂടി ലെങ്ത് കൂടിയ വാഹനമാണ്. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ സ്റ്റേഷൻ വാഗണുകൾ ക്ലിക്കായിട്ടില്ല എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. പക്ഷേ ടാറ്റ ആദ്യമായിട്ട് നിർമ്മിച്ചത് ശരിക്കും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹാരിയർ, നെക്സൺ, അതുപോലെ തന്നെ ടാറ്റ പഞ്ച് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വാഹനങ്ങൾ ഉത്ഭവിക്കുന്നത് പക്ഷേ ഈ ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്ന വാഹനത്തിൽ നിന്നാണ് എന്നുള്ളതാണ്. 1984 മാരുതി സുസുക്കി എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവരുടെ ആ കാണുന്ന SS80 വാഹന വിപണിയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും ഇന്ത്യക്കാരെ വീലിലേറ്റിയത് SS80 ആയിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യക്ക് ചൽ പടിയെ എന്നാണ് അതിൻ്റെ ക്യാപ്ഷനൊക്കെ നമ്മൾ പറഞ്ഞത്. ഇന്ത്യക്കാരെ വാഹനത്തിലേറാൻ പ്രേരിപ്പിച്ച ആ ഒരു വാഹനം അത് വാഹന വിപണിയിലേക്ക് വന്നതിന് ശേഷമാണ് ടാറ്റ മോട്ടോഴ്സിന് ഇങ്ങനെ ഒരു തോട്ടുണ്ടായത് എന്ന് വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ ഒരു കാര്യം പറയാം, മെർസിഡീസ് ബെൻസിൻ്റെ ചില സ്റ്റേഷൻ വാഗൺ മോഡലുകളിൽ നിന്ന്, പ്രത്യേകിച്ച് മെർസിഡീസിൻ്റെ T സീരീസിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചത്. ഒരു കാര്യം കൂടി പറയാം, T സീരീസ് മാത്രമല്ല, ഇതിൻ്റെ ഡിസൈനേഴ്സ് പിന്നീട് കാലഘട്ടത്തിന് ശേഷം പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു. രത്തൻ ടാറ്റയുടെ പേഴ്സണൽ മെർസിഡീസ് ബെൻസിൻ്റെ ചില അംശങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയത് എന്നുള്ളൊരു കഥയും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. വാഹനത്തെ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മെർസിഡീസിൻ്റെ T സീരീസിനിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഗ്രില്ലും 123യുടെ ഗ്രില്ലാണ്. ഇത് എക്സ്ട്രാ വെച്ചതാണ്. ശരിക്കും ടാറ്റയുടെ വേറൊരു ഗ്രില്ലാണ് ഇതിനകത്തുള്ളത് എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നു കഴിഞ്ഞാലും മെർസിഡീസ് ബെൻസിൻ്റെ 123, അതായത് പഴയ ഈ ക്ലാസ്, അതിനിട്ടൊക്കെ വളരെ പെട്ടെന്ന് റിസംബ്ലൻസ് ഉണ്ട് ഈ ഫ്രണ്ട് ഭാഗത്തിന്, പ്രത്യേകിച്ച് ഒരു റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വാഹനത്തെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൗണ്ട് ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഹാലജനാണ്. സൈഡിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ കർവ് ഭാഗമൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് മെർസിഡീസിനിട്ട് കണക്ട് ചെയ്യും. അതുപോലെ തന്നെ ബമ്പർ സ്റ്റീലാണ്. ആസ് യൂഷ്വൽ വിൻറ്റേജ് വാഹനങ്ങളിനകത്ത് നമ്മൾ കാണുന്ന തരത്തിലാണ്. ഞാൻ പറഞ്ഞു, ഈ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇങ്ങനെയല്ല ശരിക്കും ഗ്രില്ലുള്ളത് ടാറ്റയുടെ T ലോഗോട് കൂടി വന്നിട്ടുള്ളതാണ്. ഇത് കേരള രജിസ്ട്രേഷൻ വാഹനം കൂടിയാണ് എന്നുള്ളത് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് ആ ഒരു സ്റ്റേഷൻ വാഗണിൻ്റെ ഫീല് ശരിക്കും കിട്ടുന്നത്. കാരണം നീളമുള്ള ഒരു ഭാഗം, അതുപോലെ തന്നെ വലിയ സൈഡ് വിൻഡോസും കാര്യങ്ങളൊക്കെ കാണാം. ക്ലസ്ട്രോഫോബിയ എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിസിബിലിറ്റി നല്ലതായിരിക്കും. അത് നമുക്ക് അകത്തുനിന്ന് പറയാം. മറ്റൊരു കാര്യം, ടാറ്റയുടെ ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന ടെൽക്കോ ലൈൻ എന്ന് പറയുന്ന ഒരു പിക്കപ്പ് ഉണ്ട്. ആ ഒരു പിക്കപ്പിൽ നിന്നാണ് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിനെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു 10 ലക്ഷം രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ. അത്രയും തുക ഈ ഒരു പിക്കപ്പ് ചേസിസ് എടുത്തുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന് ലാഭം ഉണ്ടായിരുന്നു എന്നുള്ളൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, ടാക്കോമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് ഇന്ത്യൻ വാഹന വിപണി കേൾക്കുന്നത് ടാറ്റ എസ്റ്റേറ്റിലൂടെ ആയിരുന്നു എന്നുള്ളതാണ്. അന്ന കാലത്ത് ഒരുപാട് ടെക്നോളജി ഫീച്ചറുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടാറ്റ എസ്റ്റേറ്റിന് സഹായിച്ചിരുന്നു. മറ്റൊരു കാര്യം, 15 ഇഞ്ച് വീലുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്തും സ്റ്റോക്ക് വീൽ തന്നെയാണ്. ടാറ്റയുടെ എംബ്ലം കൂടി വന്നിട്ടുള്ള ആ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെ കാണാം. അലോയ് വീലല്ല, ജസ്റ്റ് വീൽ കപ്പുകളാണ്. ടർബോ എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഒരു 1.9 ലിറ്റർ എഞ്ചിനാണ്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാം. സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ഈ ഇൻഡിക്കേറ്റർ ശരിക്കും നമ്മൾ പലപ്പോഴും ഡോഡ്ജിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറയാറുണ്ട്, വലിയ വാഹനം ആയതുകൊണ്ട് സൈഡ് ഇൻഡിക്കേറ്റർ നിർബന്ധമാണെന്നുള്ളത്. ആ ഒരു പാറ്റേണിൽ കൊടുത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൈഡ് വ്യൂ മിറർ വളരെ ബേസിക് ആയിട്ടുള്ള ഓൾഡ് സ്കൂൾ മിററല്ലേ. ശരിക്കും വിൻറ്റേജ് വാഹനത്തിനകത്ത് മാത്രമേ ഇപ്പോൾ അത് കാണാൻ കിട്ടുന്നു എന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല. എല്ലാ വാഹനത്തിനകത്തും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. ഇത് എക്സ്ട്രാ ചെയ്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് ലൈക്ക് റൂഫ് റൈൽ 3 ഗ്ലാസുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ശരിക്കും സ്റ്റേഷൻ വാഗനാണോ ചെയ്താണോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ നമ്മൾ പലപ്പോഴായിട്ട് വാഹനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റൈൽ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ ഡീസൻ്റ്ലി ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഡോർ ഹാൻഡിൽസ് ആണ് ഈ വാഹനത്തിനകത്തുള്ളത് എന്നുള്ളതാണ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ബോഡിക്കകത്ത് തന്നെ ആ ഒരു ബോഡി കളർ പാറ്റേണിനകത്ത് അതിനകത്ത് മോൾഡ് ചെയ്ത് വെച്ച പോലെയാണ് ഇത് ക്രമീകരിച്ചുള്ളത്. അതും എനിക്കിഷ്ടമായി. ആ സൗണ്ടൊക്കെ നോക്കിയാൽ ടഫ് അല്ലേ. അന്നും ടാറ്റ ഇതിനകത്ത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യൻ വാഹന വിപണിയിൽ സ്റ്റേഷൻ വാഹനങ്ങൾ ക്ലിക്കാവാത്തത് എന്നുള്ളത് ഇപ്പോഴും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു കാര്യമാണ്. നിലവിൽ അങ്ങനെ ഒരുപാട് നിർമ്മാണ കമ്പനികൾ സ്റ്റേഷൻ വാഹനം ഇറക്കിയിട്ടുണ്ട്, പക്ഷേ ക്ലിക്കായിട്ടില്ല. ഇനി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്തും നമുക്ക് എവിടെയൊക്കെയോ കണ്ട് ശീലിച്ചൊരു
ഫീലൊന്നും വരുന്നില്ല അല്ലേ? കാരണം വെച്ചാൽ ഇതൊരു യുണീക്കായിട്ട് തന്നെ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു വലിയ ബാക്ക് ഗ്ലാസ് ആ ഒരു തരത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പും എനിക്ക് തോന്നുന്നു ഭയങ്കര യുണീക്കായിട്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പിന്നീട് ബ്രിയോലൊക്കെ ഈ ഒരു സ്റ്റൈൽ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതും എന്നാലും വ്യത്യസ്തമാണെന്നുള്ളതാണ്. എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇത് സ്റ്റിക്കർ വർക്കാണ്. ഇവിടെ ഒരു ക്രോമിയം ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബൂട്ട് ഓപ്പൺ ആക്കാനുള്ള ഭാഗം. ഇവിടെ കീട്ട് തുറക്കുന്ന പോലെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആട്ടോ, ഉണ്ടോ? അടിപൊളി. ധാരാളം ബൂട്ട് സ്പേസ് ഇതിനകത്തുണ്ട് എന്നാണ്. ചെറിയ ചെറിയ ചേഞ്ചസ് ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഇവർ വരുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പറയാം, അത് ഇൻറ്റീരിയറിലേക്ക് പോകുമ്പോൾ പറയാം. റിയർ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും 1998 മോഡലാണ്. ഇതിനുശേഷം എനിക്ക് തോന്നുന്നു 2 ഇയറും കൂടി വാഹന വിപണിയിൽ എസ്റ്റേറ്റ് സജീവമായിരുന്നു എന്നുള്ളതാണ്. ഈ ബമ്പർ ഇതൊക്കെ ആ ഒരു സ്റ്റീലാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ സ്റ്റീലൊന്നും കൊടുക്കാൻ നിയമപരമായിട്ട് അനുമതിയില്ല, അത് വേറെ കാര്യം. താഴെ നമുക്ക് എക്സോസ്റ്റും കാണാം. ശരിക്കും ആ എക്സോസ്റ്റിലേക്ക് നോക്കിയാൽ കറക്റ്റ് ഇതിൻ്റെ കാലപ്പഴക്കം കാണാം. കാരണം എക്സോസ്റ്റ് ഇങ്ങനെ ബേണായിട്ട് അതിൻ്റെ തുമ്പൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്കാണ് പോകാനുള്ളത്. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി പറയാം. കേരളത്തിൽ ഒരു പക്ഷേ ഒരുപാട് ആളുകളുടെ കയ്യിൽ ടാറ്റ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ടാറ്റ എസ്റ്റേറ്റ് ഇറങ്ങിയ കാലത്ത് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു സിനിമാ നടൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മമ്മൂട്ടിയെ വിശേഷിപ്പിക്കാം. 369 എന്ന് പറയുന്ന നമ്പറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വെള്ള ടാറ്റ എസ്റ്റേറ്റ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നീട് ഞാൻ വായിച്ചത് അതൊരു ആക്സിഡൻറ്റിൽ പെടുകയും ആ ആക്സിഡൻറ്റിന് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് സെല്ല് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു 369 ടാറ്റ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാണാൻ പറ്റില്ല. ഇന്ന് ആ 369 ഗ്യാരേജിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറെ പല വാഹനങ്ങളാണ് എന്നുള്ളത് വേറെ കാര്യം. എന്നാലും ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് ഇവർ ഇതിനകത്ത് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. കുറച്ച് ലെതർ അപ്പോൾസ്ട്രി കയറ്റിയിട്ടുണ്ട്. ആ സീറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ആ ഒരു മോഡ്യൂൾ മൊത്തം അവർ ചേഞ്ച് ചെയ്ത പോലെ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഫ്ലോറിനകത്ത് കൊടുത്തിട്ടുള്ള മാറ്റും അത് എക്സ്ട്രാ അവർ ചെയ്തേക്കാനാണ് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ടാറ്റയുടെ സ്റ്റിയറിംഗ് വീല് നമുക്കത് അതേപോലെ തന്നെ കാണാം, പക്ഷേ ലെതർ റാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ശരിക്കും നമ്മൾ റോൾസ് റോയ്സിലൊക്കെ പറയാറുണ്ടല്ലേ, മറ്റേ നിലമ്പൂർ തേക്കുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ അന്ന് കാലത്ത് ടാറ്റ ഇതിനകത്ത് ഒരു വുഡൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് റിയൽ വുഡാണ്. ഇവിടെ ഡോർ ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ കാണാം. അന്ന് തന്നെ ആ ഒരു കുറച്ചൊരു പ്രീമിയം സെറ്റപ്പ് കൊണ്ടുവരാൻ ടാറ്റ മോട്ടോഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇൻറ്റീരിയർ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. 4630 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത്. അതിൽ 2860 മില്ലിമീറ്ററാണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത്. 170 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ വാഗൺ അല്ലെങ്കിൽ ലോങ് വീൽ ബേസ് വാഹനങ്ങളുടെ സെയിം കണക്ക് തന്നെയാണ് അല്ലേ. ഇനി നമ്മളെ അകത്തേക്ക് വരുന്ന സമയത്ത് സീറ്റ് ഞാൻ പറഞ്ഞില്ല, ഒരു സീറ്റിൻ്റെ ചേഞ്ച് ശരിക്കും ഇതിനകത്തുള്ള റൂമിൻ്റെ കാര്യത്തിലും ഒരു വ്യത്യാസം വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തല മുട്ടുന്നുണ്ട്. ശരിക്കും ഇനഫ് ഹെഡ് റൂമുള്ള ഇനഫ് ലെഗ് റൂമുള്ള ഒരു വാഹനമാണ് ടാറ്റ എസ്റ്റേറ്റ് എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ചേഞ്ച് ഫീൽ ചെയ്യണം. പ്രത്യേകിച്ച് ഇത് ലെതറിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് സീറ്റിൻ്റെ തിക്നെസ് ഒക്കെ കൂടിയതും അതുപോലെ തന്നെ ഇത് വെച്ചില്ലേ, ഇത് വെച്ചപ്പോൾ ഇത് കുറച്ചിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു ഹെഡ് റൂമിൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് വരുന്നത്. പക്ഷേ പ്ലെൻറ്റി സ്പേസ് ഉള്ള ഒരു ലെഗ് റൂം എനിക്കിവിടെ സത്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ്, നമുക്കുണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ സീറ്റുകൾ ക്രമീകരിച്ചിട്ട്. സ്റ്റിയറിംഗ് വീല് ടാറ്റയുടെ ആ ഒരു ടി ലോഗോട് കൂടി വന്നിട്ടുള്ളതാണ്. അതുപോലെ അവിടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കാണാം. ശരിക്കും ആ ഒരു വിൻറ്റേജ് അല്ലെങ്കിൽ ആ ഒരു ഓൾഡ് സ്കൂൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ എന്നുള്ളത് നമുക്കിവിടെ കാണാം. സ്റ്റിയറിംഗ് വീല് അത്യാവശ്യം നല്ല ലൈറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരു സ്റ്റിയറിംഗ് വീൽ എന്ന് പറയാം. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോളും ഈ വാഹനത്തിനകത്ത്, അതായത് AC ഉണ്ട് എന്നുള്ളതാണ്. AC-യുടെ കൺട്രോളാണ് ഈ കാണുന്നത്. ഓക്കെ, അവിടെ നമുക്ക് AC വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് പിന്നീട് ഇവർ വെച്ചതാണെന്നൊരു സംശയമുണ്ട്. ഇത് പവർ വിൻഡോ കൺട്രോളാണ്. ഒരു കാലപ്പഴക്കം ഇവിടെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാം. ഇതിന് ചെറിയൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അൻഫൽക്ക് നമ്മളോട് പറഞ്ഞു. അൻഫൽക്കാർ സഫാരി കാറിൻ്റെ കൂടെ കേട്ടോ. അപ്പോൾ ഇത് പവർ വിൻഡോ കൺട്രോളാണ്. രണ്ടും പവർ വിൻഡോ ആണ് ഫ്രണ്ടിലത്തെ എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. മാനുവൽ ട്രാൻസ്മിഷനാണ്. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഹാൻഡ് ബ്രേക്ക് കൂടെ കാണാം. വലിയ ഗ്ലാസ്സുകളാണ്. അതുപോലെ തന്നെ ഈ പില്ലറില്ലേ, ഇതൊക്കെ ഭയങ്കര നാരോ ആണ്. അതുകൊണ്ട് തന്നെ കൊണ്ട് നടക്കാൻ വിസിബിലിറ്റി നല്ലതാണ് എന്നുള്ളതൊരു യൂസർ ഫീഡ്ബാക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു കാര്യം, ഇതൊരു വലിയ വാഹനമാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ സ്റ്റേഷൻ വാഹനങ്ങൾ അത്ര ക്ലിക്കാവാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇതൊരു വലിയ സൈസ് വാഹനമാണ്. അപ്പോൾ പാർക്കിംഗ് എന്നൊക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അന്നത്തെ കാലത്ത് ഇത് അത്ര ക്ലിക്കാവാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പം പല വാഹനങ്ങളും ഈ സൈസിലൊക്കെ ഉണ്ട്, ലക്ഷറി വാഹനങ്ങളൊക്കെ പലതും. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിലേക്ക് നോക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ എന്നിട്ട് കഴിഞ്ഞാലും മറ്റു കാറുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി ലെങ്ത്ത് കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പം കൊണ്ട് നടക്കാൻ നമ്മളൊന്നുകൂടി ശ്രദ്ധാലു ആവേണ്ട ആവശ്യമുണ്ട്, സാധാരണ കാർ ഓടിക്കുന്നതിനേക്കാളും കൂടുതൽ. മറ്റൊന്ന് AC ഇട്ട് കഴിഞ്ഞാൽ ഒരു പവർ ഡ്രോപ്പ് വരുന്നു എന്നുള്ളൊരു ഫീല് പല യൂസേഴ്സും പണ്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്ന ഒരു ഫീഡ്ബാക്കാണ്. പിന്നെ മൈലേജും ആയിരുന്നു ആളുകളുടെ വലിയൊരു കൺസേൺ എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ യാത്രാ കംഫർട്ടാണ്, പ്രത്യേകിച്ച് റിയർ സീറ്റ്. അപ്പോൾ നമുക്കത് റിയർ സീറ്റിൽ എടുത്തിട്ട് പറയാം. സെക്കൻഡ് റോയിലേക്ക് വരുന്ന സമയത്ത് ധാരാളം ലെഗ് റൂമുള്ള, ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ഹെഡ് റൂമുള്ള ഒരു സെക്കൻഡ് റോ സീറ്റാണിത്.
ഇവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ നല്ല സുഖമാണ്, നല്ല കംഫർട്ട് രീതിയിൽ ലെതറാക്കിയോണ്ട് കുറച്ചുകൂടി കംഫർട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഒരു ബെഞ്ച് സീറ്റ്, സെൻട്രൽ ടണലോ കാര്യങ്ങളോ ഒന്നുമില്ല, വിശാലമായിട്ടിരിക്കാം. അന്നത്തെ ആളുകളുടെ പ്രീമിയം യാത്രാ ഫെസിലിറ്റി കൂടിയായിരുന്നു ടാറ്റ എസ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിയർ സീറ്റിലിരിക്കാൻ നല്ല കംഫർട്ട് ഉണ്ട്. പിന്നെ വേറെ കാര്യം, ഇതിൻ്റെ സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റ് ആയിരുന്നു എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആട്ടോ. ഒരു യൂസർ ഫീഡ്ബാക്ക് ഞാൻ വായിച്ചിരുന്നു. സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റ് ആണെന്നുള്ളതുകൊണ്ട് തന്നെ ഇത്രയും വലിയൊരു വാഹനത്തെ കൊണ്ട് നടക്കാൻ വലിയ ബുദ്ധിമുട്ടുകളില്ല. അതുപോലെ തന്നെ ഹൈവേയിലൊക്കെ ക്രൂസിങ് അടിപൊളിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് റിയർ സീറ്റ്. ഇനി നമുക്കിതിൻ്റെ എൻജിൻ റൂം ഒന്ന് കാണാം. ഇനി ഇതിൻ്റെ എൻജിൻ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഒരു 1.9 ലിറ്റർ എൻജിനാണ് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അത് ഒരു 1.9 ലിറ്റർ ഡീസൽ എൻജിൻ, ഒരു 4 സിലിണ്ടർ എൻജിനാണ്. 68 PS പവർ, 118 Nm ടോർക്കുമാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളതാണ്. എൻജിനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ഒരു പഴയ വിൻറ്റേജ് തനിമ അത് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അന്ന് കാലത്ത് ടാറ്റ ആദ്യം ഉണ്ടാക്കിയത് ഡീസൽ എൻജിനാണ് എന്നുള്ളതാണ്. ഇപ്പോഴും ടാറ്റ ഡീസൽ എഞ്ചിൻ ഉണ്ടാക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ മാനുഫാക്ചേഴ്സ് ഇപ്പോൾ നിലവിൽ ഡീസൽ എഞ്ചിനുകൾ ഉണ്ടാക്കുന്നുള്ളൂ. അതിലൊന്ന് ടാറ്റ ആണെന്നുള്ളതും നല്ല കാര്യമാണ്. അപ്പോൾ ഇതാണ് ടാറ്റ എസ്റ്റേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടാറ്റ ഇന്ന് കാണുന്ന ഈ വലിയ വിപ്ലവങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചത് ഇവിടെ നിന്നായിരുന്നു എന്നുള്ളതാണ്. ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയൊരു നാഴികക്കല്ലായിരുന്നു 1992 ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ വാഹന വിപണിയിലേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലും വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വാഹനമാണ് എന്നുള്ളതാണ്. ആർക്കെങ്കിലും ഈ ഒരു വാഹനം ഇങ്ങനെ കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു കളക്റ്റബിൾ കാറാണ്, കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സഫാരി കാർസിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സഫാരി കാർസിനെ ബന്ധപ്പെടാൻ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. അവരുടെ അടുത്ത് ഈ വാഹനം അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 2 ലക്ഷം രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ വാഹനങ്ങൾ കളക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ ബന്ധപ്പെട്ട് ഇത് വാങ്ങാൻ കഴിയും എന്നുള്ളതാണ്. ധാരാളം കളക്ഷൻ ഉണ്ട് സഫാരി കാർസിൽ, അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം. അത് വാങ്ങുന്ന ആൾക്കാർക്ക് അത് ഉപകാരപ്രദമായിരിക്കും എന്നുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് ഡ്രൈവ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എഞ്ചിനൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ആ സമയത്ത് ഡ്രൈവിൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി നമ്മൾ ടാറ്റ എസ്റ്റേറ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം ഞാൻ സീറ്റ് ബെൽറ്റ് ഇടാം. സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ട് ഇടണം എന്നുള്ളൊരു സേഫ്റ്റി ടേംസ് കൂടി ഇതിൻ്റെ കൂടെ പറയണം. ഇത് 98 മോഡലാണ്, അതുകൊണ്ട് തന്നെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു പഴയ വിൻറ്റേജ് വാഹനങ്ങളിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് പറയേണ്ടി വരും. ആ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നോയ്സിയാണ്. പിന്നെ ഇതിൻ്റെ ഉപഭോക്താക്കൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൊണ്ടു നടക്കുന്ന സമയത്ത് നമ്മളൊന്ന് അലേർട്ട് ആവണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അത് ഇപ്പം എൻ്റെ മനസ്സിലുണ്ട്. എനിക്കങ്ങനെ ഒരു ഫീല് വരുന്നില്ല, പക്ഷെ എൻ്റെ മനസ്സിലതുണ്ട്. കാരണം അത് കുറച്ചുകൂടി നീളം കൂടിയ ഒരു വാഹനമാണ് എന്നുള്ളത് കൊണ്ടാണ്. മൈലേജ് ആയിരുന്നു ഒരുവിധം ആളുകളുടെ ഒക്കെ ഒരു കൺസേൺ അന്ന് കാലത്ത്. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെ വാഹനങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അന്നൊക്കെ തോന്നുന്നു SSIT 800 ഒക്കെ വാഹന വിപണിയിലുള്ള കാലമാണ്. 2000 ഒക്കെ ആകുമ്പോഴേക്ക് പിന്നെയും ഒരുപാട് വണ്ടികളൊക്കെ വന്നു. സംഭവം ശരിയാട്ടോ, നല്ല ഡ്രൈവ് സുഖമുണ്ട്. സ്റ്റിയറിംഗ് വീല് ഭയങ്കര ലൈറ്റാണ്. കുറച്ചൊരു ഉയരത്തിലിരുന്ന് ഓടിക്കുന്ന ഫീൽ ഉണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു സീറ്റ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. പവർ വിൻഡോ ഒക്കെ ഉണ്ട്. ശരിക്കൊരു പഴയ വാഹനം എങ്ങനെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, നല്ല ഒരു വൈബ് കേട്ടോ ശരിക്കും ഇത് ഓടിക്കാൻ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, വിൻറ്റേജ് വാഹനങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീൽ കിട്ടും. കാരണം അതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇലക്ട്രോണിക്കലി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ തുടക്കകാലത്ത് കുറേ വയറിങ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പിന്നീട് അടുത്ത സ്റ്റെപ്പ് അപ്ഗ്രേഡേഷനൊക്കെ വന്നപ്പം അത് ഇവർ റെഡിയാക്കിയെടുത്തു. കുറേ അങ്ങനെ മാറ്റങ്ങൾ ഇവർ പതുക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നൊരു വണ്ടി ഇറക്കാനും അത് അങ്ങനെ സെയിൽ ചെയ്യാനും അതിൽ വന്നുള്ള പ്രശ്നങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും ഒക്കെ അവർ, അതായത് ടാറ്റ എന്ന് പറയുന്ന കമ്പനി സീരിയസ് ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന് ശേഷം വന്നിട്ടുള്ള മോഡലുകളാണ് സഫാരി, സൈറ എന്നൊക്കെ പറഞ്ഞിട്ട് പഴയകാല ലെജൻഡ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ. അതായത് അടുത്ത ലെവൽ അപ്ഗ്രേഡേഷൻ. അതായത് ടാറ്റ ശരിക്കും തുടങ്ങിയത് എസ്റ്റേറ്റിൽ നിന്നാണ് എന്നുള്ളതാണ്. അതാണ് എസ്റ്റേറ്റിൻ്റെ ചരിത്ര പ്രാധാന്യം എന്ന് വേണമെങ്കിൽ പറയാം. ടാറ്റ മോട്ടോഴ്സ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ കമ്പനി അത് പിന്നീട് ജാഗ്വർ ലാൻഡ് റോവറിനൊക്കെ ഏറ്റെടുത്തു. വലിയ രീതിയിൽ മുന്നോട്ട് പോകണു ഇന്ത്യൻ വാഹന വിപണിയിൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം, അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലൊന്ന് പഞ്ചാണ്, ടാറ്റ പഞ്ച്. ആ ലെവലിലേക്ക് ടാറ്റ എത്തും. അപ്പോൾ ആ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ തുടക്കം അത് ഇവിടെ നിന്നായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയാണ് ശരിക്കും ഭയങ്കര ഫീലിംഗ് പ്രൗഡ് കേട്ടോ. സന്തോഷം, ഭയങ്കര സന്തോഷം. പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാരൻ, ഒരു ഇന്ത്യൻ ബ്രാൻഡ് അല്ലേ, അതൊക്കെ ഭയങ്കര സംഭവമാണ്. അപ്പോൾ എന്തായാലും ഇത് ഓടിക്കുന്ന സമയത്തുള്ള ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംഫർട്ടബിൾ ഡ്രൈവാണ്. ഇപ്പോൾ നമ്മൾ ഓവർടേക്ക് ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത്ര പവറപ്പ് ചെയ്തിട്ടുള്ള സാധനമൊന്നുമല്ല.
പക്ഷേ ഭയങ്കര കംഫർട്ട് സോണിൽ നമുക്കിത് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് കൊടുക്കാം ഇപ്പോൾ കേട്ടോ. അന്നത്തെ കാലത്താണ് ഞാൻ ഈ ഓവർടേക്കിൻ്റെ കഥയൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇതൊരു വിൻറ്റേജ് വാഹനമാണ്, ഒരു വിൻറ്റേജ് ഫീലിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണെന്നുള്ളതാണ്. പക്ഷെ അന്ന് അങ്ങനെ ഒരു പവർ ലോസ് ഒക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതെനിക്കൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ ഫീലൊക്കെ തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ടാറ്റ മോട്ടോഴ്സിൻ്റെ തുടക്കമായിരുന്ന ടാറ്റ എസ്റ്റേറ്റ് എന്ന് പറയുന്ന വാഹനമാണ് നമ്മൾ ഇത്ര നേരം ഓടിച്ചുകൊണ്ടിരുന്നതും ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നതും. ടാറ്റ എന്ന് പറയുന്ന വലിയൊരു നിർമ്മാണ കമ്പനി പടർന്ന് പന്തലിച്ചതിൻ്റെ തുടക്കമെന്ന് ഞാൻ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. അത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ളൊരു വാഹനമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ വണ്ടി വാങ്ങാൻ അല്ലെങ്കിൽ ഏത് വണ്ടിയും നിങ്ങൾക്ക് ലക്ഷറി സെഗ്മെൻറ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവലിലൊക്കെ ഉള്ള യൂസ്ഡ് കാറുകൾ വാങ്ങാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സഫാരി കാർസിനെ ബന്ധപ്പെടാം. അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവരുടെ അടുത്ത് ഏതൊക്കെ കളക്ഷൻസ് നിലവിലുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ അടുത്താണ് ഈ വാഹനം ഉള്ളത്. 2 ലക്ഷം രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നീക്കും നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ വാഹനം വാങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.